ഹലോ ഡിയേഴ്സ്, അപ്പൊ നിങ്ങൾ +1 VHSC എടുത്തിട്ടുള്ള ഒരു സ്റ്റുഡന്റ് ആണെങ്കിൽ നിങ്ങൾക്കുള്ളതാണ് ഈ ഒരു വീഡിയോ. കാരണം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. ആദ്യം നമ്മുടെ ബാച്ചിലെ ആ ഒരു പയ്യന്റെ കേസിലോട്ട് തന്നെ പോകാം. ഇവനെ VHSC സ്ട്രീം എടുത്ത ഒരു സ്റ്റുഡന്റ് ആയിരുന്നു. SLCയിൽ മിനിമം A+ ഒക്കെ ഉണ്ടായിരുന്നുള്ളൂ ആ ഒരു സമയത്ത്. കാരണം ആ ഒരു സമയത്ത് ലാംഗ്വേജ് ഒക്കെ മാറ്റി നിർത്തിയാൽ 4 A+ എന്ന് പറയുന്നത് ഒരു മിനിമം A+ ആയിരുന്നു. എന്നിട്ട് ഈ പയ്യനെ അതുകൊണ്ട് VHSCയിലാണ് പിന്നീട് അവൻ എടുത്തത്. അങ്ങനെ അവൻ VHSC എടുത്തു. അതിൽ തന്നെ ആ സമയത്ത് അവന് നീറ്റ് റിലേറ്റഡ് ആയിട്ട് പഠിക്കണം എന്നുള്ള ആഗ്രഹങ്ങളൊക്കെ ആയിരുന്നു. അതുകൊണ്ട് തന്നെ അവൻ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജിയാണ് സെലക്ട് ചെയ്തത്. പക്ഷേ പിന്നീട് അവന് ആ ഒരു സമയത്ത് അവന്റെ മനസ്സിലൊരു ചിന്ത വരികയാണ്, ഇനിയിപ്പം എഞ്ചിനീയറിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള സ്ട്രീമിലോട്ട് പോകേണ്ടി വന്നാലോ എന്നുള്ള ചിന്തയിൽ, അല്ലെങ്കിൽ ഭാവിയിൽ ഇപ്പൊ എക്കണോമിക്സോ അല്ലെങ്കിൽ മറ്റു കോഴ്സുകൾ മാത്സുമായി ബന്ധപ്പെട്ട സ്റ്റാറ്റിസ്റ്റിക്സോ അങ്ങനെയൊക്കെ പഠിക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ പല കോഴ്സുകളുണ്ട്. മാത്സ് എടുത്തവർക്ക് വീണ്ടും ഒരുപാട് അവസരങ്ങൾ കൂടും. അപ്പം മാത്സ് ഭാവിയിൽ ആവശ്യം വന്നാലോ എന്നുള്ള രീതിയിൽ അവൻ പുറത്തുനിന്ന് മാത്സ് പഠിക്കാം. ഇവരുടെ സ്ട്രീമിൽ ലാബ് റിലേറ്റഡ് ആയിട്ടുള്ള സ്ട്രീമായിരുന്നു. ഇവർക്ക് ആക്ച്വലി മാത്സ് ഇല്ലായിരുന്നു സ്കൂളിൽ. എന്നിട്ട് അവൻ പുറത്ത് മാത്സ് മാത്രം അവിടുന്ന് പഠിക്കാം. സ്കൂളിൽ അവർ മാത്സ് എടുക്കില്ല. സ്കൂളിൽ അവർക്ക് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എടുക്കും. ഒപ്പം തന്നെ ഇവർക്ക് മാത്സ് അവർക്ക് ചെയ്യാമായിരുന്നു, പുറത്ത് നിന്ന് പഠിച്ച് എഴുതാനുള്ള ഓപ്ഷൻ ഉണ്ടായിരുന്നു. അപ്പം ഇൻ കേസ് ഇപ്പൊ എഞ്ചിനീയറിംഗിന് ഇപ്പൊ അങ്ങനെ എന്ത് സംഭവിച്ചു, അവന് +2 കഴിഞ്ഞപ്പോൾ ഇപ്പൊ ഞാൻ അവനെ കോൺടാക്ട് ചെയ്തപ്പോൾ അവൻ പറയുന്നത് BSc കമ്പ്യൂട്ടർ സയൻസ്, ബിടെക് കമ്പ്യൂട്ടർ സയൻസിനാണ് അവൻ പോകാൻ ആഗ്രഹിക്കുന്നത് എന്നാണ്. അപ്പൊ മാത്സ് ഉണ്ടെങ്കിൽ അത് പറ്റുള്ളൂ. അപ്പൊ ഇങ്ങനെ +2 കഴിയുമ്പോൾ ചിലപ്പോൾ ഓപ്ഷനുകളെ, അതുപോലെ ഞാൻ പറഞ്ഞു നേരത്തെ യൂട്യൂബിൽ ഞാനൊരു കമന്റ് കണ്ടു, ഒരു പയ്യൻ അവനെ +2 കഴിഞ്ഞപ്പോൾ ആദ്യം നീറ്റ് എന്ന് ആഗ്രഹിച്ച് അവന് ബയോളജി സ്ട്രീമാണ് എടുത്തത്. പക്ഷെ മാത്സ് ഒട്ടും പഠിച്ചതുമില്ല. പിന്നെ അവന് +2 കഴിഞ്ഞപ്പോൾ അവന് നീറ്റ് വേണ്ട എന്ന് തോന്നി, മാത്സ് റിലേറ്റഡ് എഞ്ചിനീയറിംഗ് സ്ട്രീമിലോട്ട് പോകാമെന്ന് തോന്നിയപ്പോൾ മാത്സ് പഠിച്ചിട്ടില്ല. അപ്പൊ അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാകും. അപ്പൊ നിങ്ങൾ രക്ഷിതാക്കൾ ഇതിനകത്ത് ശ്രദ്ധിക്കുക. നിങ്ങളുടെ മക്കൾ VHSC ആണ് എടുത്തിട്ടുള്ളതെങ്കിൽ അവർക്ക് മാത്സ് കൂടി പുറത്തുനിന്ന് എഴുതി പഠിക്കാൻ, കാരണം മാത്സ് +1 +2 മാത്സ് പാസ്സാകാനൊക്കെ ഭയങ്കര എളുപ്പമാണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ VHSC പഠിക്കുന്നവരാണെങ്കിൽ, നിങ്ങൾക്ക് മാത്സ് എടുക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഈ നമ്പറിൽ നമ്മുടെ ക്ലാസ്സുകൾ എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ ആക്കിയിട്ടാണ്. അഡ്ഡപഠനം ഫെയിലായവർക്ക് പോലും നല്ല റിസൾട്ടിലോട്ട് മുൻ വർഷങ്ങളിലൊക്കെ നമുക്ക് എത്തിക്കാൻ സാധിച്ചിട്ടുണ്ട്. സ്റ്റുഡൻസിന് വളരെ മാർക്ക് കുറഞ്ഞവർക്ക് പോലും നല്ല മാർക്ക് കിട്ടും. കാരണം ഇപ്പോൾ ഇതിനൊക്കെ SLCയിൽ മിനിമം A+ ആയിരുന്നു. എന്നിട്ട് പോലും ഈ ഒരു സ്കോറിലോട്ട് എത്തിക്കാൻ സാധിച്ചു. അപ്പൊ നിങ്ങൾ അതിനകത്ത് അപ്പൊ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, നിങ്ങൾക്ക് ഈ നമ്പറിൽ എന്നെ കോൺടാക്ട് ചെയ്യാം. 77 36 70 70 45. അപ്പൊ മാത്സ് മാത്രമായിട്ട് നിങ്ങൾക്ക് എടുക്കാനുള്ള അവസരമുണ്ട്. അപ്പൊ എന്തായാലും മറക്കണ്ട, ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. അപ്പൊ നിങ്ങളുടെ ഫ്രണ്ട്സുകളിലോട്ട് മാത്സ് എടുത്തിട്ടില്ല, ഇനി മാത്സ് എടുക്കാൻ ആഗ്രഹമുണ്ട്, നിങ്ങൾ VHSC സ്റ്റുഡൻസിലോട്ട്, നിങ്ങളുടെ ഫ്രണ്ട്സുകളിലോട്ടൊക്കെ നിങ്ങൾ ഷെയർ ചെയ്യുക. ദാറ്റ്സ് ഓൾ. താങ്ക്സ് ഫോർ വാച്ചിങ്.